ഗുഡ് മോർണിംഗ്. നമ്മളുടെ വയനാട്ടിലേക്കുള്ള അടുത്ത സാധനങ്ങളും നല്ലതായിട്ട് നമുക്കെല്ലാം കൊടുത്തുവിടാൻ പറ്റി. ഒരുപാട് പേരുടെ സഹകരണം ഇപ്പോൾ ഉണ്ട്. തുടക്കത്തിൽ നമ്മൾ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് ഒരുപാട് സാധാരണക്കാരെ പ്രായം ചെന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളുടെ കൂടെ സഹകരിക്കുന്നുണ്ട്. ചെറിയ ഇങ്ങേറ്റം ഗ്ലൗസ് വരെ വാങ്ങിച്ച് അവർ നമ്മുടെ കയ്യിൽ കൊണ്ടുതന്ന് നമ്മുടെ സാധനത്തിൻ്റെ കൂടെ കൊടുത്തുവിടാൻ സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളാണെങ്കിലേ ഞാനിപ്പം ആലോചിക്കുകയായിരുന്നു, വയനാട്ടിൽ എന്തോരം ആൾക്കാരും മരണപ്പെട്ടു. ഇന്ന് ബലിയൊക്കെ ഇടുന്ന കർക്കിടക വാവെന്ന് പറഞ്ഞ ദിവസം. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണല്ലോ. അപ്പം ഹിന്ദു മതവിശ്വാസികൾ നമ്മുടെ പിതാവോ മാതാവോ ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ടൊക്കെ ബലി കർമ്മം ചെയ്യുന്ന നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലി ഇടാൻ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ആ ആളിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്ന ഒരു ഫീലാണേ. എൻ്റെ ഒരു തോന്നലാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ നമ്മുടെ അമ്മയുടെ മുഖം മരിച്ചതിന് ശേഷം കാണുമ്പോൾ ഉള്ളൊരു സങ്കടം ഉണ്ടല്ലോ. നമ്മൾ അന്നേരം ആ ബലി കർമ്മം ചെയ്യുമ്പോൾ നമ്മളറിയാതെ കരഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ ഏതൊരു മക്കളും ചെയ്യുന്നത്. അപ്പം ഇത് ഞാനൊരു മതത്തെ മാത്രം ഇത് പറയുന്നൊന്നുമല്ല. ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ മതത്തെയും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് മാക്സിമം. കാര്യം ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും, ഞാനൊരു ഹിന്ദു ആണെങ്കിലും ഞാൻ വിഷുവിന് കണി കാണുന്ന വർഷങ്ങളായിട്ട് കണി ഒരുക്കുമ്പോൾ അതിനകത്ത് ബൈബിള് കാണും, ഖുറാൻ കാണും, ഗീത കാണും. ഇത് മൂന്നും എൻ്റെ വീട്ടിലുണ്ട്. ഇത് മൂന്നും ഒരിക്കലും ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ ഇത് രണ്ടും വായിച്ചിട്ടുള്ളത്. എനിക്ക് ചില സാഹചര്യങ്ങളിൽ പലയിടത്ത് വെച്ച് നമ്മൾ പുസ്തകങ്ങളൊക്കെ കിട്ടില്ല, അത് വായിക്കുമ്പോൾ അപ്പോൾ വായിച്ചിട്ടുള്ളപ്പം ആ വായിച്ചിട്ടുള്ള ഇഷ്ടം കൊണ്ട് പിന്നീട് ഞാൻ തന്നെ കണ്ടെത്തി വായിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഖുറാൻ വായിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഹരിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഹുദ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. എൻ്റെ മമ്മിയും കൊണ്ട് അവിടെ പോയപ്പം അവിടെ ചെറിയ പുസ്തകങ്ങളിങ്ങനെ ഉണ്ട്. അത് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരുപാട് നന്മയുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ താഴെ ഒരു അഡ്രസ്സിൽ എഴുതിയാൽ ഈ പുസ്തകങ്ങളൊക്കെ കിട്ടും. വളരെ ചെറുതിലേ ഐഷു അവിടുന്ന് വന്നു. അങ്ങനെ ആയത്തുൽ കുർസി ആണെങ്കിലും യാസീനാണെങ്കിലും ഒക്കെ എനിക്കറിയാം. അത് ഞാൻ എന്നിട്ട് വരുത്തിച്ച് വായിച്ചു. എനിക്ക് ഇഷ്ടം തോന്നി, ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് അതുകൊണ്ട് ഞാൻ ആലോചിക്കും, ഖുറാനൊക്കെ വളരെ നല്ല ഗ്രന്ഥങ്ങളാണ്. നമ്മളിലോട്ട് ചേർത്ത് വെക്കണ്ടേ. നമ്മുടെ എല്ലാ വീടുകളിലും ഒരു ഖുറാനും ഒരു ബൈബിളും ഗീതയും ഒക്കെ വേണം. ജാതി മത ഭേദമന്യേ ഇതെല്ലാം നമ്മൾ വായിച്ചിരിക്കണമെന്നേ. മനുഷ്യരായി ഈ ആൾക്കാരെ തമ്മിലൊക്കെ തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന വളരെ നല്ല കാര്യം. ആഴത്തിലിറങ്ങി നോക്കണം. സങ്കീർത്തനങ്ങൾ വായിച്ചാൽ എന്ത് സമാധാനമാണെന്നറിയാം. അപ്പോൾ ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്, ഹിന്ദുവാണ്. പക്ഷേ ഞാൻ ബൈബിള് വായിച്ചിരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഖുറാൻ വായിക്കുന്നുണ്ട്. കാര്യം എനിക്കിതിനെയൊക്കെ എന്നിലേക്ക് ചേർത്ത് നിർത്താനാണ് എനിക്കിഷ്ടം. ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. നമ്മൾ മരിക്കാൻ നിൽക്കും, നമ്മുടെ ജീവൻ ഇപ്പം പോവും. നമ്മളിപ്പം അള്ളാഹുവിനെ വിളിച്ചാലേ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുവാണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളവിടെ അപ്പോൾ വിളിക്കുക, അള്ളാഹുവെ രക്ഷിക്കണേ, അല്ലെങ്കിൽ യേശുവെ കൈവിടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വിളിക്കും. അത്രയേ ഉള്ളൂ. അതിൽ തീരുന്ന ജാതി മതങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാം ഉൾക്കൊള്ളുക, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക. ഞാൻ എല്ലാ മതത്തിനെയും തീർച്ചയായിട്ടും ഒരു വെറും വാക്കല്ല, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നന്മ ഞാൻ വായിച്ചപ്പോൾ അത്ഭുതത്തോടെ കണ്ട ആളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പറയാനല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, പറഞ്ഞപ്പോൾ എന്തൊക്കെയോ ആയിപ്പോയതാണ്. അപ്പോൾ ഇന്ന് ഒരു സന്തോഷവും ഒരു സങ്കടമുണ്ട്. അപ്പം ഈ ബലിയിട്ടപ്പം നമ്മുടെ അമ്മയെ ഓർത്തില്ലേ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാൻ ഈ മരണത്തിൻ്റെയൊക്കെ വ്യാപ്തി മനസ്സിലാക്കിയത് എൻ്റെ അമ്മയുടെ മരണത്തോടും കൂടിയാണ്. അതിനു മുമ്പ് ഒരിടത്തൊരു മരണം സംഭവിച്ചാൽ നടന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് സംഭവിച്ചപ്പോൾ അതിൻ്റെ വലുപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ 5 വർഷമേ ആയിട്ടുള്ളൂ എനിക്ക് ആ ദുഃഖത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ ഞാൻ പ്രാപ്തിയായിട്ട്. കാര്യം അതിന് മുമ്പ് എനിക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ ഇന്ന് എനിക്കൊരു മരണം എന്ന് കേട്ടാൽ എനിക്ക് ഭയങ്കര ഫീലാണ്. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ്. പക്ഷേ അതിന് മുമ്പ് എനിക്കങ്ങനെ തോന്നാറേ ഇല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയായിരിക്കും. നമ്മുടെ വീട്ടിൽ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ വലുപ്പവും അന്നേരം നമ്മൾ അനുഭവിക്കുന്ന വേദന, ജീവിതത്തിലെ ഏറ്റവും
വലിയൊരു ഇതാണ്. നമ്മുടെ 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 ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ ഈ നമ്മുടെ വയനാട്ടിലെ ആൾക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ആലോചിക്കുകയാണ്, ഇന്ന് അവർ ആഹാരം എടുത്താൽ തൊണ്ടയ്ക്കൊന്ന് ഇറങ്ങുമോ? കിടന്നാൽ ഉറങ്ങാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ഒന്നുമില്ലെന്നേ, അതുങ്ങൾക്കെല്ലാം എല്ലാം പോയി, എല്ലാം മണ്ണിലായി. കുറേ പേര് കുഞ്ഞുങ്ങളുടെ കല്യാണത്തിനൊക്കെ കരുതി വെച്ചിരുന്ന സ്വർണ്ണമൊക്കെ പോയി. ഇനി എന്ത് ചെയ്യും? ഇവരെങ്ങനെ ഇതൊക്കെ റിക്കവർ ഓർത്തിട്ട് ഒരു അന്തവും ഇല്ല. പിന്നെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കുഞ്ഞ് സഹായമെങ്കിൽ ആ കുഞ്ഞ് സഹായം എല്ലാവരും ചെയ്യണേ. കുറേ നാളത്തേക്ക് അവർക്ക് നമ്മുടെ സഹായം വേണം. എന്തെങ്കിലുമൊക്കെ ഒരു കരയ്ക്കടുക്കുന്നിടം വരെ. നമ്മൾ അർജുനെ നമ്മൾ മറന്നുപോയോ? ഇല്ല. അതുകൊണ്ട് മനസ്സിലെപ്പോഴും ഓർക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇവിടെ 300 എണ്ണം മരിച്ചിടത്ത്, കാണാതെ പോയിന്നിടത്ത് നമ്മൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ദുഃഖിക്കുന്നില്ല എന്നല്ല, അവരുടെ ദുഃഖം അതിലും വലുതാണ്. അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഇതിനു വേണ്ടി നമ്മൾ ഓടുകയാണ്. അപ്പോൾ വയനാടിന് വേണ്ടിയുള്ള സഹായം ആരും നിർത്തരുത്. നമുക്ക് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കണം. എല്ലാവരും സന്തോഷവും സമാധാനവുമായി ഇരിക്കാൻ ശ്രമിക്കുക, സൂക്ഷിച്ചിരിക്കാൻ ശ്രമിക്കുക.